പിണറായി എഡ്യൂക്കേഷൻ ഹബിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലബാറിന്റെ വൈജ്ഞാനിക മുന്നേറ്റത്തിന് സംഭാവന നൽകുന്ന സ്ഥാപനങ്ങളായി എഡ്യൂക്കേഷൻ ഹബ് മാറുമെന്നും ഉൽപാദന സേവന മേഖലകളിൽ മികച്ച സംഭാവന നൽകാൻ കഴിയുന്ന തലമുറയെ വാർത്തെടുക്കാൻ എഡ്യൂക്കേഷൻ ഹബിലൂടെ കഴിയുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 13 ഏക്കറിൽ 285 കോടി രൂപ ചിലവിൽ കിഫ്ബി ധനസഹായത്തോടെയാണ് പിണറായി എഡ്യൂക്കേഷൻ ഹബ്ബ് നിർമ്മിക്കുന്നത്. എഡ്യൂക്കേഷൻ ഹബിന്റെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. പശ്ചാത്തല മേഖലയിലും മറ്റും സമഗ്ര വികസന മുന്നേറ്റമാണ് ഉണ്ടായതെന്നും നാടിന്റെ വികസന മുന്നേറ്റത്തിന് കിഫ്ബി വലിയ പങ്കാണ് വഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കിഫ്ബി വലിയ തോതിലുള്ള പങ്കാണ് വഹിക്കുന്നതെന്ന് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, വൈദ്യുതി മേഖലയിൽ പവർ ട്രാൻസ്മിറ്റ്, പവർ ഹൈവേ, ഇങ്ങനെല്ലാമുള്ള കാര്യങ്ങളിൽ വലിയ പങ്കാണ് കിഫ്ബി വഹിച്ചിരിക്കുന്നത്. ഇത് നാടിൻ്റെ വികസനം നടക്കുന്നത് ബജറ്റ് മുഖേനയാണ്. നാടിൻ്റെ വിഭവശേഷി, സംസ്ഥാനത്തിൻ്റെ കയ്യിലുള്ള പണം എത്രയാണോ ആ പണം ഉപയോഗിച്ചാണ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എല്ലാവർക്കും അറിയാം, നമ്മുടെ വിഭവശേഷി കുറവാണ്, ഖജനാവിന് വലിയ ശേഷിയില്ല. അപ്പോൾ പതിറ്റാണ്ടുകൾ കാത്തിരുന്നാലും നടക്കാൻ ഇടയില്ലാത്ത പദ്ധതികൾ. അപ്പോൾ നാടിൻ്റെ വികസനത്തിനെല്ലാം ഒഴിച്ചുകൂടാത്തതാണ്. അതിന് പണം കണ്ടെത്താൻ എന്താണ് വഴി? അങ്ങനെ ആലോചിച്ചപ്പോഴാണ് കിഫ്ബി പുനർജീവിപ്പിക്കുന്ന നിലയെടുത്തത്. പതിറ്റാണ്ടുകൾ കാത്തിരുന്നാൽ പോലും നടക്കാനിടയില്ലാത്ത പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, കളക്ടർ അരുൺ കെ വിജയൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിത റോയ്, മുഖ്യമന്ത്രിയുടെ മണ്ഡലം പ്രതിനിധി പി ബാലൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി പി അനിത, പി കെ പ്രമീള, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ രാജീവൻ, എൻ കെ രവി, കെ ഗീത, കെ ദാമോദരൻ, എ വി ഷീബ, പി വി പ്രേമവല്ലി, ടി സജിത, കോങ്കി രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.